ഹലോ ചക്കരകളെ, ഒരു കാര്യം പറയട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടിക്ക് അവളുടെ വീട് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചില്ലേ. ആ കുട്ടി എന്നോട് നന്ദി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അവൾക്ക് വീടിന് ആധാരം എഴുതി വെറും 350 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ്. അവളപ്പോൾ വർഷങ്ങളായിട്ട് പൈസ 5-6 വർഷത്തെ വേലയെടുത്ത പൈസയെല്ലാം അതേപോലെ അവൾ കൂട്ടി വെച്ചിട്ട് അവൾ ദുർവിനിയോഗം ചെയ്യാതെ ആ പൈസ കൂട്ടി വെച്ച് സ്വർണ്ണങ്ങളാക്കി വെച്ചുകൊണ്ടിരുന്നു. സമയത്ത് ആ വീടൊത്ത് 10 ലക്ഷം രൂപയുടെ വീടാണ്. അത് ഒത്തു വന്നപ്പോൾ ആ സ്വർണ്ണമെല്ലാം വിറ്റ് ഇച്ചിരി പൈസയുടെ കുറവുണ്ടായിരുന്നു. അവൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് 10-60,000 രൂപ വേണമായിരുന്നു. 81,000 രൂപയോളം കിട്ടി. 10,000 ഒരാളങ്ങണ്ട 10,000 അയച്ചു കൊടുത്തു തോന്നുന്നു. പിന്നെ 5,000 2-3 പേര് അയച്ചു കൊടുത്ത്. പിന്നെ 1,000 500 വെച്ച് എല്ലാവരും കൂടെ കൊടുത്ത് 81,000 82,000 രൂപ ഒക്കെ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ. അപ്പോൾ അവൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു തന്നായിരുന്നു, നിങ്ങളോട് നന്ദി പറയണമെന്നും പറഞ്ഞ്. ഞാൻ ഗ്രീഷ്മയാണ്. കഴിഞ്ഞ ദിവസം സിന്ധു അമ്മ ഒരു വീഡിയോ ചെയ്തായിരുന്നു, എനിക്ക് വേണ്ടിയായിരുന്നു അത്. ഞാൻ ആരെന്നറിയാതെ ആയിട്ട് പോലും സിന്ധു അമ്മയുടെ ആ വീഡിയോ കണ്ട ഉടനെ തന്നെ എല്ലാവരാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ചെയ്തു തന്നതിന് ഞാനൊരു നന്ദി പറയാതെ പോകാൻ പാടില്ലല്ലോ. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അത്രയേറെ എന്നെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും എന്നെ കരകയറ്റാൻ ഒരുപാട് സഹായിച്ചു. ഒരുപാട് സ്നേഹം. നിങ്ങൾ ഓരോരുത്തരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ഓരോ ഘട്ടങ്ങളിലും നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേരും. ഇതുപോലെ ഓരോ സഹായങ്ങൾ ചെയ്യാൻ എന്നാൽ കഴിയാവുന്നത് ഞാനും ചെയ്യുന്നതായിരിക്കും. ഒരുപാട് നന്ദി. എല്ലാവരും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും സിംഗുമ്മയുടെ എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട്. നിങ്ങളെ അറിയിക്കണമല്ലോ അത്. ആ വീട് ആധാരം എഴുതി 2 ദിവസം ഉള്ളത് അയച്ചു തന്നിട്ട് ഞാൻ മറന്നുപോയി. ഇന്ന് അവളെന്നോട് ചോദിച്ച്, ചേച്ചി വീഡിയോയിൽ ഇട്ടില്ലേന്ന്. അപ്പോൾ ഓർത്തു ചക്കരകളെ. നമ്മൾ ചെയ്തൊരു പുണ്യം തന്നെയല്ലേ. അച്ഛനും അമ്മയില്ലാത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവൾ ഇത്രയും പൈസ സ്വരുക്കൂട്ടി നമ്മളൊരു കുറച്ച് പൈസ സഹായിച്ചപ്പോൾ അവൾക്ക് ആ വീട് സ്വന്തമാക്കാൻ പറ്റി. ആരുടെ മുമ്പിലും പിന്നെ അവൾക്ക് കൈ നീട്ടേണ്ടി വന്നില്ല. പിന്നെ അവളെ കാണാതെ കൂടെ നിങ്ങളെ ഓരോരുത്തരും അവളെ കാണാതെ എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അവളെ സഹായിച്ചില്ലേ, അത് ഭയങ്കര നന്ദിയാണ്. എൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ മുന്നിൽ എൻ്റെ തല ഇങ്ങനെ താത്തി വെച്ചിരിക്കുക എന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ. അല്ല ആരെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ദൈവഭാഗത്ത് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ആ ഒരു കാര്യം പറയട്ടെ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇപ്പോൾ ഈ ദുബായിൽ നിന്ന് ഇപ്പോൾ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു. ഭയങ്കര കടവാണെന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. ഒരു 80,000 എത്രയാണ് 80,000 ദിർഹം എങ്ങടെ കടമുണ്ടായിട്ട് നിൽക്കാൻ വയ്യ, നാട്ടിൽ നിൽക്കാൻ വയ്യ, ഇവിടെ നിൽക്കാൻ വയ്യ, നാട്ടിൽ നിന്നും കടം പറ്റി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കങ്ങനെ കടം വീടാനൊന്നും ആരെയും സഹായിക്കാൻ പാങ്ങുള്ളവരല്ല. ഇതിനകത്ത് കൂടുതലും കടമുള്ളവരാണ്, എല്ലാം കടമുള്ളവരാണ് അല്ലേ. ഇപ്പം ചിലരൊക്കെ എന്നോട് ഈ കടം എങ്ങനെ നിങ്ങൾക്കൊക്കെ വന്നേന്ന് ഓർത്തിട്ട്, ഈ കടം വന്നാൽ ശരിയാണ്, മനസ്സമാനമൊന്നും കാണത്തില്ല, തെക്കോടെ കൂടേണ്ടി വരും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, ഇപ്പോൾ ഞാൻ തന്നെ എന്നോട് തന്നെ ഓരോരുത്തർ പറയും. ഇപ്പോൾ എന്നോട് ഇന്ന് രാവിലെ ഒരാൾ സ്ഥിരം എൻ്റെ വാട്സാപ്പിലുള്ളതാണ്, പുള്ളിക്കാരി എന്നോട് പറഞ്ഞ് അവർ ചെറിയൊരു ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളുടെ പോലെ ചെറിയൊരു ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫാമിലി മൊത്തം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും വലിയ വീടുകളായി. അപ്പം ഇവർക്ക് മാത്രം ഒരു ചെറിയ വീടായി, 2 മുറിയുള്ളൊരു ഫ്ലാറ്റ് മാത്രമാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു കുടുംബയോഗം കണ്ടിട്ട്, അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇവരെ എടുത്ത് ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്താ വീട് വെക്കാത്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു കാറുണ്ട്. കാറ് മുന്തിയ കാറല്ലെന്ന് മാത്രം, ഒരു കാറുണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാനൊരു കാറുണ്ടായിരുന്നു, കിടക്കാനൊരു വീടുണ്ടായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് സ്വർണ്ണങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു, പിള്ളേർക്ക് പഠിക്കാനുള്ള ബിരുദ പഠനത്തിലുള്ള പൈസയൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പോയി. ഒരു രോഗദുരിതങ്ങളോ വിഷമങ്ങളോ ഇല്ല. വലിയ പടവണ്ടാരൻ, ഒരു വീട്, മുന്തിയ കാറും ഇല്ലെന്ന് മാത്രമല്ല, ബാക്കി മനസ്സമാധാനവും സന്തോഷവും. കുടുംബത്ത് വർഷത്തിലൊരിക്കൽ ടൂറിന് പോകുമായിരുന്നു, ക്ഷേത്ര ദർശനത്തിനൊക്കെ എല്ലാ മാസവും പോകുമായിരുന്നു. എല്ലാ ആഘോഷങ്ങളും അവർ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന വസന്തകാലമായിരുന്നെന്ന് അവർ പറയുന്നത്. ഇത് പറയുന്ന കേട്ടുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഇവരുടെ പൈസയും കയ്യിരുന്ന സ്വർണവും എല്ലാം എടുത്ത് ഈ നിന്ന ഫ്ലാറ്റും കൂടെ വിറ്റിട്ട് ഇവർ ഒരു വീട് ലോൺ എടുത്ത്
വില്ലയോ വീടോ അങ്ങോട്ട് ലോൺ എടുത്ത് ഇവർക്ക് താങ്ങാൻ പറ്റാത്തത് ലോൺ എടുത്തെന്ന് എൻ്റെ പൊന്ന് ചക്കരകളെ. ഇപ്പോൾ ലോൺ അടക്കാൻ പറ്റുന്നില്ല, മനസമാധാനമില്ല. എല്ലാ ഭാഗത്തുനിന്നും പിള്ളേർക്ക് ഇപ്പോൾ ബിരുദാനന്തര ബിരുദ പഠനങ്ങൾക്കൊന്നും പൈസ ഇല്ല. അങ്ങനെ കടവായപ്പോൾ ഓരോരുത്തരോട് ബന്ധുക്കളും ആൾക്കാരോടുമൊക്കെ കുറച്ച് സഹായമൊക്കെ ചോദിച്ചു. ഓരോരുത്തർ കൊച്ചു കുഞ്ഞു സഹായമൊക്കെ ചെയ്ത് പിന്നെ സഹായം ചോദിക്കുന്നപ്പോൾ എല്ലാവരും അകന്ന് കളഞ്ഞ് ഇവിടുന്ന് പലിശയ്ക്ക് മേടിച്ചൊക്കെയാണ് ഇൻറ്റീരിയൽ വീടിനകത്ത് ചെയ്തത്. എല്ലാം കൊണ്ട് നിക്കക്കളിയില്ല ചേച്ചി, ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, മനസ്സമാധാനം. ഭാര്യയും ഭർത്താവ് നേരെ നോക്കിയ വഴക്ക്. ഇങ്ങനെ അല്ലായിരുന്നു ചേച്ചി. എൻ്റെ ചേട്ടൻ ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് അടുക്കളയിരുന്ന് എല്ലാം ഒരുമിച്ച് ആണ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സന്തോഷമായിരുന്നു വീട്ടിൽ. എപ്പോഴും എല്ലാ ആഴ്ചയിലും സിനിമയ്ക്ക് പോലും പുറത്ത് പോലും അങ്ങനെയുള്ള എല്ലാ സന്തോഷ നിമിഷങ്ങളും പോയി. ഞാൻ നല്ല സാരികളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം തുണി മേടിച്ചിട്ട് തന്നെ കുറേ നാളുകളായി ബന്ധുക്കളോ ആൾക്കാരൊക്കെ ഒരു കല്യാണമൊക്കെ വിളിച്ചാൽ ഞാൻ പുതിയ സാരിയും പുത്തനൊരു ആഭരണം വരെ മേടിച്ചിട്ട് ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അത്രയ്ക്ക് നല്ല സുഖമായി ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ എല്ലാം തകർന്ന് ചേച്ചി. ഒരു വീടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടും എടുത്ത് അതനുസരിച്ചുള്ളൊരു കാറും ലോണും എടുത്തതെന്ന്. സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞ സമാധാനമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം പുള്ളിക്കാർ പറയും, ഞാനും കൂടെ പുള്ളിക്കാരൻ ആദ്യമേ പറഞ്ഞ വേണ്ട ഇതൊക്കെ മതി, അവരൊക്കെ എങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ ഞാനും പറഞ്ഞു എല്ലാവരും കൂടെ പറഞ്ഞ് കൊച്ചിനെ ആരെങ്കിലും കല്യാണം കഴിക്കണം, ഒരു പെൺകൊച്ചു ഒരു ആൺകൊച്ചു, നല്ല ബന്ധങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചെറിയ ഫ്ലാറ്റിൽ കിടന്നാൽ കിട്ടത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പിന്നെ പറഞ്ഞതെന്ന്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? കൊച്ചിനെ കല്യാണം ചെയ്യാൻ പറ്റത്തില്ല, പഠിപ്പിക്കാൻ പറ്റത്തില്ല, മൊത്തം കടത്തിലായി, ബന്ധുക്കളെല്ലാം ശത്രുക്കളായി, ആരും സഹായത്തിനില്ല. ഈ വീഡിയോ ഞാൻ ഇട്ടില്ലെങ്കിൽ രാവിലെ തന്നെ പുള്ളിക്കാരി മെസ്സേജ് പറഞ്ഞു, സുഖം വീട് ഇപ്പോൾ പ്രാർത്ഥന പുള്ളിക്കാരി എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ വീട് വിൽക്കാൻ വേണ്ടി നോക്കുവാണ് അവർ. മനസ്സിലായ? ലോൺ അടയാതെ കുടിശ്ശികൾ വന്നു. ഒരുത്തന്ന് പൈസയൊക്കെ മേടിച്ച് ഇൻറ്റീരിയലൊക്കെ ചെയ്ത് വീട്ടിലൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കാറും ഇതുമെല്ലാം അടയ്ക്കൽ നടക്കുന്നില്ല. പുള്ളിക്കാരന് അതിൻ്റെ ഇടയ്ക്കൊരു പിന്നെ ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വട്ടം ആശുപത്രി പോകേണ്ടി വന്നു. അപ്പോൾ പൈസ ഇല്ലാതായിപ്പോയി. ഉള്ള ഒരു സ്വർണം പോലും ഇല്ല. കാര്യങ്ങളെല്ലാം തകിടമറിഞ്ഞ് ജീവിതം ആർഭാടത്തിൻ്റെ പുറകെ പോയതുകൊണ്ടാണ്. നമ്മൾ സുഖമായി മനസ്സമാറ്റം കഴിഞ്ഞതാണ്. അവർ പറയും ശരിക്കും അങ്ങനെ സിംഗുമ എല്ലാവരോടും ഒന്ന് പറഞ്ഞു കൊടുക്കണം, നമുക്ക് അർഹതപ്പെട്ടത് ആണെന്നുണ്ടെങ്കിൽ വീടൊക്കെ സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോളും. ഒരിക്കൽ പോലും കടം എടുത്ത് വെച്ചിട്ട് ഇതൊന്നും സമ്പാദിക്കാൻ നോക്കല്, ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞേക്ക്. നമ്മുടെ സന്തോഷവും സമാധാനമാണ് ലോകത്തിലേക്ക്. മറ്റുള്ളവർ വായിരിക്കുന്ന കേൾക്കണ ആളുകൾ പൈസ കൊടുക്കാനുള്ള ഒരു പാത്തിരിക്കേണ്ട ഗതികേട്. ഫോൺ ഓഫ് വിളിച്ചാലും ഫോൺ എടുക്കാത്തപ്പം വീട്ടിൽ തിരക്കി വരും. അങ്ങനെ ഭയങ്കര പ്രശ്നവും വഴക്കും ഒക്കെ ആളുകളെ കാരണം ഈ കള്ളത്തരമൊന്നും പറയാത്ത ആളുകളല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് അഭിമുഖീകരിക്കും. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ സ്വയം ക്ഷണിച്ചു വരുത്തിയതാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരും ഇവരും പറയുന്നത് കേട്ട് ഒന്നും ചെയ്യരുത്. നമ്മുടെ മനസാക്ഷിക്ക് കറക്റ്റായിട്ട് നമ്മൾ 3 വട്ടം ഒരു കാര്യം ആലോചിച്ചിട്ട് ചെയ്യാവുള്ളൂ എന്നൊക്കെ അവരെനിക്ക് പറഞ്ഞു തന്നത്. നിങ്ങളോടും ഒന്ന് പറഞ്ഞു തരണമെന്ന് ഓർത്ത് സഹോദരങ്ങളെ. നമ്മളെല്ലാം ഇങ്ങനെ വെട്ടിൽ വീഴി പറഞ്ഞ് ഞാൻ പോലും ഒരു വീടൊക്കെ ലോൺ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. സത്യം പറഞ്ഞു ഞാൻ ആദ്യമൊക്കെ എൻ്റെ ചിന്തയിലുണ്ടായിരുന്നു ഒരു വീട് കംപ്ലീറ്റ് പൈസയ്ക്ക് നമ്മൾ സാമ്പത്തികമൊന്നും വലിയ തരക്കേടില്ലാതെ ബാധ്യതകളൊന്നുമില്ല സുഖമായി ജീവിക്കുന്ന ഒരു കാലമാണ്. ബോബനാണെങ്കിൽ കുറച്ച് സ്ഥലവും അങ്ങനെ ഇനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബോബനെപ്പോഴും പറയും എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ നല്ല വീടുണ്ട്, അപ്പോൾ എനിക്കൊരു വീട് വെക്കണം. ബോബനൊരു വീട് നല്ലൊരു വീട് വെച്ചത് ബോബൻ്റെ മകന് കൊടുത്തത്. അപ്പോൾ ബോബന് പിന്നെ വീടില്ല. അപ്പം ഇതാണ് പിന്നെ ഈ ഫ്ലാറ്റാണ് ഉള്ളത്. അപ്പോൾ ബോബനെ സംബന്ധിച്ചൊരു വീട് നല്ല ശരിയാണ്, ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റിൽ കിടക്കേണ്ട ആളല്ല ബോബൻ. ഇച്ചിരൂടെ നല്ല ഉയർന്നൊരു വീട്ടിൽ തന്നെ കിടക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇത് കൊട്ടാരമാണ് കേട്ടോ. എനിക്ക് ഇത് കിട്ടിയത് ഇത് കൊട്ടാരം തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നെയൊക്കെ ഒരു പക്ഷേ അർഹതപ്പെട്ടത് ഇതായിരിക്കും, അതാണ് ദൈവം തന്നിരിക്കുന്നത്. ഇതിന് വലിയ അർഹതപ്പെട്ടത് തരണമെങ്കിൽ ഇനി വല്ല പുണ്യമൊക്കെ ചെയ്യണമായിരിക്കും ഞാനല്ലേ, ചെയ്താൽ എനിക്ക് കിട്ടാത്തവളായിരിക്കും. എനിക്കറിയാൻ വയ്യ. ഞാനിവിടെ സംതൃപ്തയാണ്. ഭഗവാനെ ഇനി ഭഗവാൻ ആഗ്രഹമില്ലാത്ത ആരാ? എല്ലാവർക്കും എനിക്കും ആഗ്രഹമുണ്ട് വില്ല കിട്ടിയേക്കുള്ള ഒരു നല്ല വീട് കിട്ടി, ഇച്ചിരി വലിയ പറമ്പൊക്കെയുള്ള വീട് കിട്ടി, ചെടിയൊക്കെ വെക്കാം, പച്ചക്കറിയൊക്കെ വെക്കാം, അങ്ങനത്തെ ഒരു വീടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെട്ട തന്നാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സമാധാനമാണ്. അങ്ങനെ ആ സ്ത്രീയുടെ വാക്കുകൾ കുറേ സമയം കേട്ടിട്ട് ഞാനൊരു ആലോചിക്കുമായിരുന്നു ചക്കരകളെ. ഞാൻ എന്നിട്ട് ഇതിനകത്ത് എഴുതി വെച്ച് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കാൻ നമുക്കൊരു റഫ് ബുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. എന്താണെന്നറിയാം, നമ്മൾ മോശം ചിന്തകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് കുറച്ച് കാര്യങ്ങൾ ഞാനകത്ത് എഴുതി വെച്ച്. എന്തിനാണെന്നറിയാം, നമ്മളുടെ മനസ്സിൽ നിന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ നിലനിർത്താൻ അങ്ങോട്ട് ഞാൻ എഴുതി വെച്ചത്. നമുക്ക് ചില ഇതൊക്കെ ഒരു ഗുണപാഠമാണ്. ഇപ്പം ഞാൻ പോലും ഒരു വലിയ വീടൊന്നും വേണ്ടിയിരുന്ന ഞാനാണ്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത ഞാൻ ഉള്ളത്
വൃത്തിക്ക് നീറ്റിനും അടുക്കി പറക്കി ക്ലിയറാക്കി വെക്കണമെന്നൊരു മനോഭാവത്തിൽ വന്ന ഞാൻ ഇതിനകത്തൊന്ന് ഓരോരുത്തരും എനിക്ക് പറയും സിംഗു എന്താ വീഡിയോ ഒക്കെ സിംഗു ഒരു വീഡിയോ ഒക്കെ പറയും സിംഗു ഇത് കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ ദൈവമേ ഒരു ലോണും ഇല്ല കടവും ഇല്ലാതെ നമ്മൾ മാനസമാധാനം പോവുക ഇതിനകത്തോട്ട് വേറെ കുത്തി കയറ്റണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ച് അല്ലേ നമുക്കിതൊരു പാഠമല്ലേ നമ്മൾ എന്തിനു കുറച്ച് നാൾ ഞാൻ ഒരു ആയുസിൻ്റെ 3/4 ഭാഗം നമ്മളിവിടെ ജീവിച്ചു കഴിഞ്ഞ് ഇനി ഈ ബാലൻസ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ കുറച്ചാളോട് നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മളെന്തിനാണ് ഏതൊരു ബാധ്യത എടുത്ത് തലയിൽ വെക്കുന്നത് ഓർക്കുന്നത് പിന്നെ അമ്മൂനെ കല്യാണം കഴിപ്പിക്കണം അവൾക്ക് എന്തെങ്കിലും കൂടി ഒരു ബിസിനസ് ചെറുതായിട്ട് തുടങ്ങണം അതിനൊക്കെ കൂടിയാണ് നമ്മൾ നാട്ടിലേക്ക് വരണമെന്ന് ഉദ്ദേശിക്കുന്നത് അവളെയൊക്കെ സ്വന്തം കാലിലൊന്നും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇപ്പം ജോലിയൊന്നും നോക്കിയിട്ട് ഒരു ജോലി കിട്ടുന്നൊരു ലക്ഷണമില്ല അവൾക്ക് പറ്റത്തില്ല ഇങ്ങനത്തെ ജോലി ഇപ്പോൾ ഒരു ജോലി പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് ഒരുപാട് കിലോമീറ്റർക്ക് അപ്പുറത്തേക്കൊക്കെയാണ് ജോലി കിട്ടുന്നത് അവിടെ നിന്നും പോയി ഇവളൊന്നും ഒറ്റയ്ക്കൊന്നും ജീവിക്കത്തൊന്നുമില്ല അതുകൊണ്ട് ആ ജോലി വേണ്ട നമ്മളൊരു അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ഇടാന്ന് ഓർത്തിട്ട് ചെറിയ രീതിയിൽ അവൾക്ക് ജീവിക്കാനുള്ളത് കിട്ടുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാന്ന് ഓർത്താണ് വരുന്നത് അപ്പോൾ ഞാനീ പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പം നമ്മളാരും സ്ത്രീകളാണ് നമ്മളാണ് ഈ അമിത ആഗ്രഹത്തിൻ്റെ പുറകെ ഓടുന്നത് നമുക്ക് അപ്പുറത്ത് വലിയ 2 നില വീടുണ്ട് വലിയ കാറുണ്ട് അതാണ് സ്റ്റാറ്റസ് എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം ബ്രാൻഡഡാണ് ഉപയോഗിക്കുന്നത് നമുക്കും ബ്രാൻഡഡ് വേണം നമുക്ക് നമ്മുടെ ബന്ധുക്കാരിൽ ആൾക്കാരിൽ ഏറ്റവും വലിയ മുന്തിയ വീട് വേണം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല തുണി കൊടുക്കാൻ പറ്റത്തില്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് ടൂറിന് പോകാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ സാരി ഉടുക്കാൻ പറ്റത്തില്ല ഒരുങ്ങാൻ പറ്റത്തില്ല ഇതെല്ലാം കുറേ കാര്യങ്ങൾ നമ്മൾ കളയേണ്ടി വരും എന്നിട്ട് നമ്മൾ ഞെരുങ്ങി ഈ വലിയ വീട്ടിൽ കിടന്നിട്ട് എന്തിനാണ് അല്ലേ എനിക്ക് ഇഷ്ടമല്ല തുണി കൊടുക്കണം ഒരുക്കിണ്ടാക്കണം നല്ല ഭക്ഷണം കഴിക്കണം ടൂറിന് പോകണം എപ്പോഴും ഗുരുവായൂരമ്പലത്തിൽ പോകണം ഇങ്ങനെയൊക്കെ ഉള്ളതിന് കാശ് വേണം ഇതെല്ലാം കൂടെ വരണമെങ്കിൽ ഭഗവാൻ ഏതെങ്കിലും വിധത്തിൽ നല്ല രീതിയിൽ അങ്ങ് പ്രസാദിക്കണം നമ്മളെ ദൈവം അല്ലേ ഞാനപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി വന്നു അത് കേട്ടപ്പോൾ സത്യം ചക്കരകളെ അതെൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം നമ്മളൊന്നും അമിതമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡംബരങ്ങളിൽ ഭ്രമിക്കണ്ട കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരുങ്ങി നടക്കുന്ന ഒരു വസ്ത്രം ഇതൊന്നുമല്ല ആഡംബരം ഇതൊക്കെയാണ് പടപടോരം വീട് ആവശ്യമില്ലെങ്കിലും ഒരു 3000-3500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണി ആകെ ഉള്ളത് ഭാര്യയും ഭർത്താവും 2 മക്കൾ ഈ 2 മക്കൾ വിദേശത്ത് വല്ലതുമായിരിക്കും ഇവിടെ ജീവിക്കാൻ ആരും കണ്ടത് ഈ 2 പേർക്ക് വേണ്ടി മണിമന്ദിരം പണിതിടും എന്നിട്ട് ഇവർക്കൊരു പിഷക്കാർക്ക് കൊടുക്കുക 10 രൂപ കാണത്തില്ല ഇവർക്കൊരു ടൂറിന് പോകാൻ കിട്ടുന്ന കാശ് മുഴുവൻ ലോൺ അടയ്ക്കുക ഇപ്പം പഴയ പോലെയല്ല പിള്ളേരൊക്കെ എത്ര പഠിച്ചാലും നല്ല സാലറി ഉള്ളൊരു ജോലി കിട്ടത്തില്ല അതായത് എൻജിനീയർക്കും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്താൽ 25,000 രൂപയിൽ താഴെ ജോലി കിട്ടത്തുള്ളൂ അപൂർവം വല്ലവർക്കും ഉണ്ടെങ്കിൽ ഉണ്ട് അവിടെ ഇടിച്ച് നിൽക്കുമായിരിക്കും ആളുകൾ ആണല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്ക് പിന്നെ ഇവിടെയൊക്കെ പണ്ട് ഗൾഫിൽ വന്ന കണക്കും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി ജീവിച്ച് പണം ഉണ്ടാക്കിയ കണക്ക് ഇപ്പോൾ ഉണ്ടാക്കാനേ പറ്റത്തില്ല അങ്ങനത്തെ ഒരു വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ കടവും ലോണും ഒക്കെ എടുത്ത് വീടൊക്കെ പണയം വെച്ച് നിങ്ങൾ ഒരിക്കലും യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് മക്കളെ വിടരുത് എത്ര പേരാണെന്നറിയാവാ എന്നോട് പറഞ്ഞിരുന്നത് ഇതിനു വേണ്ടി വീഡിയോ ചെയ്യും യൂറോപ്പിലേക്ക് പോകാനാന്ന് പറഞ്ഞ് മക്കൾക്കൊന്നും ലോകപരിചയമില്ല അവർക്ക് ഇതുപോലത്തെ കടത്തിൻ്റെ ബുദ്ധിമുട്ടും ഫൈനാൻസിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അവർ പറയും ലോൺ എടുത്തതാ ഞങ്ങൾ അവിടെ പോയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളെ വെട്ടിലിട്ട് പൈസയും കൊണ്ട് പോകും പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ അവർക്ക് ജീവിക്കാം പൈസ അയച്ചു കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ ചെന്നാൽ ജോലി വെച്ചിട്ടില്ല ഇവിടെ സ്വന്തം ഇടുന്ന ഇന്നർ പോലും കഴുകാത്ത ആളുകൾ അവിടെ ചെന്നിട്ട് നമ്മളെല്ലാം അച്ഛനും അമ്മയും ചെയ്തു കൊടുക്കുമായിരിക്കും അവിടെ ചെന്നിട്ട് സ്വന്തമായി ജോലി ചെയ്യണം വന്ന് പാചകം ചെയ്യണം ഇവിടുത്തെ കണക്ക് കുക്കിനെയും ജോലിക്കൊന്നും അവിടെ കിട്ടത്തില്ല വേലക്കാരെയൊന്നും അവിടെ കിട്ടത്തില്ല അതിന് നമ്മളതിൽ കൂടുതൽ നമ്മൾ വേലയെടുക്കുന്നതിൽ കൂടുതൽ സാലറി കൊടുക്കണം അങ്ങനെ ജോലി ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായി അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം മാതാപിതാക്കളായി നിങ്ങൾ ചിന്തിച്ചോണം അപ്പോൾ അവിടെ ചെന്നാൽ വലിയ ജോലി കിട്ടുന്നുണ്ട് വീടും വസ്തുവും ഒക്കെ പണയം വെച്ചും വല്ലർക്കും കടവും മേടിച്ചൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പഴയ കാലഘട്ടം മാറി നിങ്ങളെല്ലാം ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇതൊന്ന് വീഡിയോ ചെയ്യാൻ പലപ്പോഴും പല വീഡിയോയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ പറയും ആർഭാടങ്ങൾ അതിയായ മോഹങ്ങൾ ഇതൊന്നും വെച്ച് പുലർത്തരുത് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും പോകും നമ്മുടെ ഭർത്താവ് കൊണ്ടുവരുന്നത് കുറച്ചാണേലും അതൊക്കെ വെച്ച് സന്തോഷമായിട്ട് ചോറ് കറിയൊക്കെ വെച്ച് പിള്ളേരും മക്കളുമായിട്ട് നമ്മൾ ഒരുമിച്ച് മാതാപിതാക്കളെ ഡൈനിങ് ടേബിളിൽ പുറത്ത് കൊണ്ടുവച്ച് അല്ലെങ്കിൽ താഴെ ഒരു പാവരിച്ച് അവിടെ ഇട്ട് കറച്ചട്ടിയോടെ കൊണ്ടുവച്ച് പാത്രം കഴിഞ്ഞ് ഉള്ളത് കുട്ടി ഇനി ചമ്മന്തിയും മോരുവാണേലും ഒരു ഉണക്കമീനാണേലും ഇനി ഒരു മെഴുക്ക് പുരട്ടിയാണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നല്ല സമാധാനത്തെ ചിരിച്ച് കോമഡിയൊക്കെ കണ്ട് നമ്മുടെ ഭർത്താവും നമുക്കും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് സന്തോഷമായിട്ട് കിടക്കണമെങ്കിൽ ഇത് ഭർത്താവ് വേറെ സ്ഥലത്ത് ഭാര്യ വേറെ സ്ഥലത്ത് കാരണം ഭർത്താവിന് വേണ്ടിയ ഭാര്യ എടുത്ത് കിടക്കാം 100
ആവശ്യങ്ങളായിരിക്കും അവൾ പറയുന്നത്, മനസ്സിലായി? അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോഴായിരിക്കും കയറി വരുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഭർത്താവും ഭാര്യ ഇടിവെക്കുന്ന കണ്ടിട്ട് മക്കൾക്ക് അവർക്ക് സ്വയം അവർ പഠിക്കത്തില്ല, അവർ നല്ല മക്കളായി വളരത്തില്ല. ഇങ്ങനെ ഒരുപാട് മോശം പ്രശ്നങ്ങൾ. കുടുംബം റെഡിയായില്ലെങ്കിൽ, കുടുംബ സമാധാനം നിലനിർത്തിയില്ലെങ്കിൽ നമ്മുടെ എല്ലാം തകർന്നു പോകും. സമൂഹത്തിൽ നമുക്കുള്ളൊരു വിലയും നിലയും എല്ലാം പോകും. അതുകൊണ്ട് അമിതമായി നമുക്കുള്ളതിൽ കടമൊന്നുമില്ലാതെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളെ നിങ്ങളെല്ലാവരും സ്വീകരിക്കുക. അപ്പുറത്തെ വീട്ടിൽ ബുള്ളറ്റ് വാങ്ങി, എൻ്റെ ചേട്ടന് ബുള്ളറ്റ് വേണം. അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് പിന്നെ വോൾവോ കാർ വാങ്ങി, എൻ്റെ ചേട്ടന് വേണം. അപ്പുറത്ത് 4 ബെഡ്റൂമിൻ്റെ 2 വീടുണ്ട്, എനിക്കും വേണം 2 വീട്. അവർ പിന്നെ ഇത് എന്താണ് കിച്ചണുണ്ടല്ലോ, മോഡുലാർ കിച്ചണാക്കി, എനിക്ക് മോഡുലാർ കിച്ചൺ വേണം, എനിക്ക് ലോൺ എടുത്താലേ അത്. ഇതൊന്നും ഞാൻ എൻ്റെ പൊന്നു ചക്ക, ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. എന്നിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കുക, ഏതെങ്കിലും വീട്ടിൽ ദൈവമേ നമ്മുടെ ജീവിതത്തിലേക്ക് പണവും സമ്പൽ സമൃദ്ധിയൊക്കെ വന്നു ചേരണേ എന്ന്. ഒരിക്കലും കടം മേടിച്ച് ഇത് ചെയ്യാൻ നിങ്ങളുടെ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കലും നിങ്ങളൊട്ട് ചെയ്യുകയും ചെയ്യരുത് കേട്ടാ. എൻ്റെ ചക്കരകൾക്ക് ഇത് പറഞ്ഞു തരണമെന്ന് ഓർത്ത്. ഇങ്ങനെയൊന്നും എനിക്കൊന്നും മുൻപ് ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുക, ഇനി വീണവർ വീട്, ഇനി വീഴാനിരിക്കുന്നവർ വീഴാതിരിക്കുക. നമ്മുടെ ഈ ഉള്ള സന്തോഷം നഷ്ടപ്പെടുത്തണ്ട. ഇതെല്ലാം വെറും പൊങ്ങച്ചത്തിൻ്റെ പുറത്ത് കെട്ടിപ്പൊക്കിയതാണ് കേട്ടോ. അതിനകത്ത് സമാധാനം കേട്ടോ തന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ആ കെട്ടിപ്പൊക്കിയതെല്ലാം സ്വപ്നങ്ങളിലെല്ലാം ഇടിഞ്ഞ് താഴെ വീഴും. അതിനിടവരുത്താതിരിക്കുക. മനസമാധാനത്തേലും വലിയ ഒരു സമ്പത്ത് വേറെ ഈ ലോകത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി. എന്തൊരു സന്തോഷമാണ് ഉള്ളത് കൊണ്ട് നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളോട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നത്. ശരിയാണോ അല്ലേ? നമ്മുടെ ഭർത്താവൊക്കെ പോയി വെള്ളവടിക്കാരനാ, ചീട്ടുകളിക്കാരനാ ഒക്കെ ആയിപ്പോവും. നമ്മൾ പിന്നെ വല്ലപ്പോഴും കാണുന്നൊരു വ്യക്തിയായി തീരും. ഹസ്ബൻഡിനെയൊക്കെ വീട്ടിലോട്ട് വരത്തില്ല, അവർക്ക് പ്രാന്തളവും വീട്ടിലോട്ട് വരുമ്പോൾ ആണല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ മറ്റുള്ളവർ നാണം കെടുത്തും. അപ്പോൾ പിന്നെ നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ നാണക്കെടും. ആരെങ്കിലുമൊക്കെ വന്ന് ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾ വിഷമിക്കും. ഇതൊക്കെ വേണ്ട കേട്ടോ. അങ്ങനത്തെ പരിപാടികളൊന്നും ആരും ചെയ്യരുത്. ഇനി ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടമാണത്. എങ്കിലും ഞാനിത് ഇങ്ങനെ 1-2 പേര് എന്നോട് നിർബന്ധപൂർവ്വം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പം ചെയ്യുന്നത്. സമാധാനത്തിൽ കിടന്നിറങ്ങി നമുക്ക് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് എന്താണ് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് എന്താ പറയുമല്ലോ ഈശ്വര, അങ്ങനെ നമുക്ക് ജീവിച്ചാൽ മതി കേട്ടാ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു നിർദ്ദേശം. കടം മേടിക്കണ്ട, കടം മേടിച്ച് ആർഭാടം കാണിക്കണ്ട, കടം മേടിച്ച് വലിയ വീട് വെക്കണ്ട, കടം മേടിച്ച് കാറ് മേടിക്കണ്ട. കടം മേടിച്ചും ലോണെടുത്തും യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ വിടാനൊന്നും ശ്രമിക്കരുത് നിങ്ങൾ മക്കളെ. അവിടുന്ന് പണം കായ്ക്കുന്ന മരം അവിടെ വെച്ചിട്ട് അത് വെട്ടി നമ്മുടെ മക്കൾ കൊണ്ടുവരുമ്പോൾ സ്വപ്നം ആരും കാണണ്ട. ഇവിടെ ജോലി ചെയ്യാത്തവർ അവിടെ പോയി കിടന്ന് എന്ത് പണിയാണ് ചെയ്യുന്നതെന്നറിയാമോ നിങ്ങൾക്ക്? പിന്നെ എന്താണ് ഹോട്ടലുകളിൽ ക്ലീൻ ചെയ്യാൻ നിൽക്കൽ, ഹൗസ് കീപ്പിംഗ് ചെയ്യൽ, പിന്നെ ഹോം നേഴ്സിനെ പോലെ പണി ചെയ്യൽ, അങ്ങനെ എന്തൊക്കെ. അത് ഇന്നൊന്നും ദുരഭിമാനം ഉണ്ടായിട്ടില്ല. അതിനുള്ള പൈസ അവർക്കവിടെ കിട്ടുന്നില്ല. അത് അവർക്കവിടെ തിന്നാനും കഴിക്കാനും തന്നെ കിട്ടുന്നില്ല. ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേർ അവിടെ പോയി അത്ര വലിയ ആ രാജ്യത്ത് പോയി എന്നുള്ളൊരു പേര് മാത്രമേ കിട്ടത്തുള്ളൂ. പണ്ടൊക്കെ പോയി എല്ലായിടത്തും പോയി പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. എല്ലാവരും ഇപ്പം നേഴ്സാകാൻ നോക്കുവാണ്. ഇനി കുറച്ചാൾ കഴിയുമ്പോൾ നേഴ്സിനേ വേണ്ടെന്ന് പറയും ഒരു രാജ്യത്ത്. അതിന് മാത്രം നേഴ്സുമാരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് മാരേജ് ബ്യൂറോ വരുന്ന അമ്മമാർ പയ്യനെ ഡിപ്ലോമയെ കാണത്തുള്ളൂ. സിംഗിൾ എൻ്റെ മകനൊരു നേഴ്സിനെ വേണം കേട്ടോ, ഒരു നേഴ്സ് കുട്ടീനെ മതി. എനിക്ക് അവരോട് പുച്ഛമാണ് തോന്നുന്നത്. ശരിയെന്ന് പറയും. ഞാൻ ബോബനോട് പറയും, അവർ രജിസ്ട്രേഷൻ ഫീസ് പോലും മേടിക്കല്ലേ, എപ്പോൾ വേണം പറഞ്ഞു വിടേണ്ട കേസുകളാണ് വേണ്ടെന്ന് പറയും. എനിക്ക് താല്പര്യമില്ല. അതായത് ഒരു കറവ പശുവിനെ ചോദിക്കും, ഒരു നേഴ്സിനെ വേണമെന്ന് അല്ലേ. നേഴ്സെന്ന് പറഞ്ഞാൽ ഞാൻ പറയും കറവ പശു. എന്നെ ആരും എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, കമൻറ്റ് മോശമിട്ടില്ല, എനിക്ക് കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും അപ്പം നേഴ്സ് ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്, അവളെയും ഉയർന്ന മുന്തിയ നിലയിലുള്ള ജോലിയുള്ളവരെയാണ് അവൾ ചോദിക്കുന്നത്. മനസ്സിലായി? നേഴ്സിനെയൊക്കെ കെട്ടിയാൽ സൂക്ഷിച്ച് കെട്ടണം. അവിടുത്തെ ഒരു പോന്ന് പറഞ്ഞാൽ അവൾ വലിച്ച് ദൂരത്തറിയും നിങ്ങളെ. കാരണം അവൾക്ക് അങ്ങോട്ട് വിൽ പവറായി കഴിഞ്ഞ്. ഡോക്ടറിൽ കൂടി ശമ്പളം തോന്നുന്നു നേഴ്സിന്. ഡോക്ടർ ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട്, അവരെ ആരും ചോദിക്കുന്നില്ല. നേഴ്സുമാരെ മതി. നല്ല മാർക്കറ്റാണ്. കാരണം അവർക്ക് നല്ല സാലറി, ജോലി വേഗം കിട്ടും, അലഞ്ഞ് കിടക്കണ്ട. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പിന്നെ അച്ഛനാണ്
മകള് ഇവിടെ ഒരു സ്ഥലത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. US ജോലിയുള്ള ആണുങ്ങളുണ്ടോ? എനിക്ക് എൻ്റെ മകളെ അങ്ങനെയുണ്ട്. ചില അച്ഛനും അമ്മയൊക്കെ നേഴ്സുമാർ വെച്ചിട്ട് വിലപേശുകയാണ്. ഇവിടെയുള്ള അപ്പം നല്ല നല്ല ചെറുക്കന്മാരെയൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ട് ഇവിടെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയിട്ടുള്ളവർ നല്ല നല്ല പദവി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അങ്ങനെയൊക്കെ ഒത്തിരി നല്ല ജോലിയുള്ള പിള്ളേരെയൊക്കെ അയച്ചു കൊടുത്തിട്ട് അവർക്ക് വേണ്ട. ഞാനിത് കുറ്റം പറയുമല്ല. അവർ പറയും US തന്നെയുള്ള ചെറുക്കനെ വേണം. അപ്പോൾ അവർ ഈഴവരായിട്ട് US നിന്ന് ആരും വരുന്നില്ല. US പോകാൻ വേണ്ടിയിട്ടായിരിക്കും, നേഴ്സ് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ ഈഴവരായിട്ടുള്ള പലരും വന്നാലേ എനിക്ക് കൊടുക്കാം. അവരിനോട് ചൂടാകുന്നു. പിന്നെ നിങ്ങളെന്തിനിരിക്കുകയാണ് ഈഴവരായിട്ടുള്ളവരെ കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞ് ആരെങ്കിലും എടുത്ത് ഈഴവർ US എന്നുള്ളവർ ചോദിച്ചാലേ എനിക്കിവിടെ ഒരു നേഴ്സ് കൊണ്ട് വരാൻ റെഡിയാന്ന് പറയാൻ പറ്റത്തുള്ളൂ. എടാ, ഞാൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ അതിമോഹമാണിതൊക്കെ എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഒന്നാമത്തെ ഈശ്വര വിശ്വാസമില്ല, പിന്നെ ഈ അത്യാഗ്രഹം. അതുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മനോനിയന്ത്രണം കൊണ്ടുവരണം. അമിതമായി നമുക്കറിയാം ഒരു വീട് അല്ലെ അത്ര ഇതെന്തൊക്കെ വേണമെങ്കിലും നമ്മൾ നല്ല പ്രാർത്ഥനയും പോസിറ്റിവിറ്റി ആഗ്രഹവും വേണം. ആഗ്രഹമുള്ളതിന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ വരും. അല്ലാതെ നമ്മൾ ഒരിക്കലും കടം മേടിച്ച് ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അല്ല, നമുക്ക് അതിനുള്ള പാങ്ങുണ്ടായിരിക്കണം. നമുക്കൊരു സിറ്റുവേഷൻ, ഒരു കടം വന്നു, നമുക്കതിനെ ഇപ്പം കടം പല വിധത്തിൽ വരെ. ഇപ്പം എനിക്ക് കടം വന്നിട്ടുണ്ട് നേരത്തെ. അതെന്തുകൊണ്ട്? എൻ്റെ മോളെ കല്യാണം കഴിച്ചു. എൻ്റെ ഒരു മോൾക്ക് അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് മേടിക്കണമായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് സിംഗിൾ മദറായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ എനിക്കൊക്കെ കടം റീസൺ ഉണ്ടായിരുന്നു. അല്ലാതെ അനാവശ്യമായി കടം വരുത്തിയിട്ടുള്ള ആളുകളോട് അതൊക്കെ സത്യമുള്ളതുകൊണ്ടാണ് അതിനൊക്കെ ഒരു നീക്കുപോക്ക് ദൈവം തമ്പുരാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മനസ്സിലായി? നമ്മൾ അനധികൃതമായി കടമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഈശ്വര ഭാഗത്തുനിന്ന് പോലും നമ്മൾ അനുഗ്രഹിക്കത്തില്ല. അത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ചക്കരകളെ. ഓക്കെ.